ഫ്ലാഷ് ബാക്ക്. ഇനിയും ഇത്തരത്തില് ഇന്നാട്ടിലെ ദേശീയ ബോധമുള്ള ഇന്നാട്ടിലെ ദേശീയവാദികൾക്കെതിരെ നിങ്ങൾ ഇനിയും ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി ഇറങ്ങുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് നിങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്തണമെങ്കിൽ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തീരുമാനിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുന്നു. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. ഇപ്പൊ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുക്കുന്നത് RSSന്റെ ശാഖയെന്നല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി RSSന്റെ ശാഖയെന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്ന കാലത്ത് നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ മതിയല്ലോ. എന്തായാലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടോ ഒക്കെ ട്രെയിനിൽ കയറാനും അറിയാം, വന്നിറങ്ങാനും അറിയാം, പാലക്കാട് കാലുകുത്തി നിൽക്കാനും അറിയാം. കുഞ്ഞുട്ടെ കണ്ടാൽ ആള് പാവാ, കിടഞ്ഞ കിരിക്കാടൻ ജോസിന് അപ്പന. ഇനി ഇത് വെട്ടിക്കളയും എന്നാണ് ഭീഷണിയെങ്കിൽ കാലുള്ളിടത്തോളം കാലം കാലുകുത്തി തന്നെ RSSനെതിരായിട്ട് സംസാരിക്കും. ഇനി ഇവർ ഈ കാലങ്ങ് വെട്ടിയെടുത്താൽ ഉള്ള ഉടൽ വെച്ചിട്ട് RSSനെതിരെ പിന്നെയും സംസാരിക്കും. ഈ സംസാരം നിർത്തണമെങ്കിൽ ഇവർ നാവിറക്കേണ്ടി വരും. പിന്നെയും RSSനെതിരായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മാതിരി വരട്ടൊന്നും വേണ്ട.